അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. നമ്മുടെ ഫാമിലി 14,800 എത്തിയിരിക്കുന്നു, 15,000 കടക്കുന്നു. അപ്പോൾ 15,000 വരുന്ന എൻ്റെ ഫാമിലിയുള്ള എല്ലാവർക്കും സുഖമാണോ? ഞങ്ങൾ കുഴപ്പമില്ല, അൽഹംദുലില്ലാ, അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെന്താ, കുറച്ച് ദിവസങ്ങളായി കറക്റ്റായിട്ട് 8 മണിക്ക് റഷീനയുടെ എന്താ പറയുക വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊന്നും അങ്ങനെ വരുന്നില്ല അല്ലേ. സാഹചര്യങ്ങൾ കൊണ്ടാണ് കേട്ടോ, പറ്റുന്നില്ല. പിന്നെ എല്ലാം ഞാൻ തന്നെ ചെയ്യണം കേട്ടോ. ഇക്കാക്ക് അറിയില്ല, വീഡിയോസിൻ്റെ കാര്യങ്ങൾ ഒന്നും തന്നെ ഇക്കാക്ക് അറിയില്ല. അപ്പോൾ ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ വേറെയുള്ള ടെൻഷനും പ്രയാസവും ബുദ്ധിമുട്ടും എല്ലാം കൊണ്ടാവുമ്പോൾ എനിക്ക് എഡിറ്റിങ് കാര്യങ്ങൾ ഒന്നും തന്നെ അങ്ങോട്ട് ചെയ്യാനും കറക്റ്റ് സമയം ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇല്ലാത്തത് കേട്ടോ. ഇനി അങ്ങോട്ട് ഇൻഷാ അല്ലാ കറക്റ്റായിട്ട് വീഡിയോ ഒക്കെ ഇടാൻ നോക്കാം. അപ്പോൾ നിലവിൽ എന്താ അതാട്ടോ, ഷെൽഫൊക്കെ കാലിയായിട്ട് തന്നെ കിടക്കണ്, ഒന്നും അടുക്കി വെച്ചിട്ടില്ല കേട്ടോ. എല്ലാ തുണികളൊക്കെ ചാക്കിലാണ്. അത്യാവശ്യം നമ്മൾ അടുക്കള മാത്രം ഒന്ന് വൃത്തിയാക്കി, പിന്നെ ഹാളും ഏകദേശം വൃത്തിയാക്കി. ഇനി തുണികളാണ് കേട്ടോ, കുറേ ഉണ്ട് മടക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ കുറേയൊക്കെ അലമാരയിൽ അകത്താക്കിയിട്ട് ഇതാണ്ടോ അങ്ങനെ അടച്ചു വെച്ചു. പിന്നെ നമ്മൾ ഷെൽഫിലുള്ളത് വേറെ അത്യാവശ്യം തുണിയൊക്കെ നമ്മൾ ചാക്കിലാണ് കെട്ടി വെച്ച് ഞാൻ കാണിച്ചു തരാം. ഇതാണ്ടോ, ഈ ഇരിക്കണതൊന്നും അരിച്ചാക്കല്ല കേട്ടോ, എൻ്റെ തുണികളാണ്. ഈ ഷെൽഫിൽ വേറെ പുറമേ ഉള്ള തുണികളാണ് ഒക്കെ എന്താ പറയുക ചാക്കുകളിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇരിക്കുക തന്നെ വേണം കേട്ടോ, അടുക്കി വെക്കണം. അതിന് എനിക്കൊരു കറക്റ്റായിട്ട് ഒഴിവ് കിട്ടിയിട്ടില്ല. ഓരോ പണികളിതാ അവിടെ കുറേ കിടക്കുന്നു. ഇക്കതാ ക്ഷീണിച്ച് എൻ്റെ കൂടെ ഒപ്പത്തിന് നിൽക്കിട്ടോ. വേണ്ടെന്ന് പറഞ്ഞാൽ അനുസരിക്കില്ല. എന്നെ സങ്കടം വന്നിട്ട് എനിക്ക് കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞല്ലേ ഡോക്ടർ. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ചെയ്യുന്നു പറഞ്ഞിട്ട് ഇക്ക കറക്റ്റ് ഒപ്പം നിൽക്കിട്ടോ. എന്നോട് സങ്കടം വന്നിട്ട് അപ്പോൾ ഇതാ ഇപ്പം കുളിച്ചേ ഉള്ളൂ, ഞാനും ഇപ്പം കുളിച്ചേ ഉള്ളൂ. പിന്നെന്താ, അത് പഴയ ചോറ് വന്നപ്പോൾ നമ്മൾ വേസ്റ്റ് ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതാ കുറച്ച് തുണികൾ, ഇതാ കൊട്ടയിൽ ഏകദേശം വൃത്തിയാക്കിയിട്ടൊക്കെ കൊണ്ടുവച്ചു. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് വെച്ചു കേട്ടോ. അതാ എല്ലാം ഹാളൊക്കെ കറക്റ്റാക്കി വെച്ചു. പിന്നെ അടുക്കള ഈ ഭാഗം കുറച്ച് ഷീറ്റ് കണ്ടോ, ഗ്യാപ്പ് കണ്ടോ, ആ ഷീറ്റ് കുറച്ച് മറയ്ക്കാനുണ്ട്. അത് കാരണം ഞാൻ പാത്ര സ്റ്റാൻഡ് അങ്ങോട്ട് ലൈറ്റ് ഇല്ലാതെയാണ് പാത്ര സ്റ്റാൻഡ് അങ്ങോട്ട് വെച്ചിട്ടില്ല, ഈ സൈഡിലായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഭാഗം മറയ്ക്കാനുള്ളത് കൊണ്ട് അങ്ങനെ അടുക്കള പിന്നെ ഇതാ ബാക്ക് ഒക്കെ അങ്ങ് ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്ത് വരുന്നു. തുണികളൊക്കെ കുറേ തിരുമ്പാനുണ്ടായിരുന്നു. 4-5 ദിവസമായിട്ട് നമ്മളിവിടെ ഒന്നും ഇല്ലല്ലോ, അവിടെ നിന്ന് തിരുമ്പും. എന്നാലും ഇവിടെ കിടന്ന തുണി കുറച്ച് ഞാൻ കൊട്ടയൊക്കെ എടുക്കാം. കൊട്ടയൊക്കെ ഞാൻ റൂമിൽ നിന്നില്ലേ മാറ്റി വെക്കാൻ മറന്നുപോയി. കാരണം നമുക്ക് പുറമേ കൊണ്ട് വെക്കാനൊരു സ്ഥലമല്ല. ഉമ്മർത്ത് വെക്കാമെന്ന് പറഞ്ഞാൽ അവിടെ പണിയെടുക്കുമ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ അതും പറ്റില്ല. പിന്നെ നമ്മൾ ഫ്രണ്ടിലൊരു വീടാണ്, അത് പുതിയ വീടാണ്, ആൾ കയറി താമസം കൂടെ നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം ഈ ചാക്ക് തുണി മാത്രമാണ് നമ്മൾ അവിടെ കൊണ്ട് വെച്ചുള്ളൂ. അപ്പോൾ വേറെ എല്ലാം ഇവിടെ തന്നെ ആയിരുന്നു. അത് കാരണം പൊടികൾ, ഈ സിമെൻറ്റ് പൊടി മുകളിൽ നിന്ന് വീണ്, പിന്നെ ഓട് വെക്കുമ്പോൾ ഓടിലെ മണ്ണുകൾ വീണ്, അങ്ങനെ ആകെ കൂടെ തുണിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ കുറേയൊക്കെ അങ്ങോട്ട് തിരുമ്പി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ഏകദേശം എല്ലാം കൊണ്ട് ക്ഷീണിച്ചില്ലേ, പണിയെടുത്ത് ക്ഷീണിച്ചു. എന്താ ചെയ്യുക, ഡോക്ടർ കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞ് വിട്ടതാണ് എന്നെ. നിവർത്തിയില്ല, റെസ്റ്റ് എടുക്കാൻ നിവർത്തിയില്ല. എല്ലാം അങ്ങോട്ട് ആയാലും എനിക്കൊരു സമാധാനമാവുള്ളൂ. പിന്നെ തുണി മടക്കാനുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഞാനും ഇക്കുമ്പാടെ നാളെയോ അല്ലെങ്കിൽ രാത്രിയോട് കൂടിയോ നിൽക്കാമെന്ന് പറഞ്ഞിട്ടാണ്. എന്തായാലും ഇന്നലത്തെ വീഡിയോയിലെ കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടു കേട്ടോ. അവയ്ക്ക് സന്തോഷമായി. എന്തെന്ന് വെച്ചാൽ, കാരണം ഞാൻ അത്രയും ഞങ്ങൾ അത്രയും പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ആ കമൻറ്റ് ചെയ്ത പോലെ തന്നെയാണ്. ചൂട് കാരണം നല്ല പ്രയാസമായിരുന്നു കേട്ടോ. ചൂട് കാരണം നല്ല പ്രയാസമായിരുന്നു. അതിന് നല്ല ആശ്വാസം കിട്ടി. എന്താ പറയുക, ഇന്ന് എനിക്ക് മനസ്സിന് സന്തോഷമായി കമൻറ്റ് വായിച്ചപ്പോൾ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ്, ചൂടിന് എനിക്ക് നല്ല ആശ്വാസമുണ്ട്. നല്ല പ്രയാസപ്പെട്ടു ഞങ്ങൾ ഇവിടെ ചുട്ടിട്ട്. ഇപ്പോൾ അൽഹംദുലില്ലാ ചൂട് അറിയുന്നേ ഇല്ല കേട്ടോ. ഉച്ചയ്ക്കൊക്കെ ആണെങ്കിലും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ, ബാത്റൂമിൻ്റെ അവിടെ പോയിട്ട്
പോയിട്ടാണ് ഞാൻ കിടക്കാറ്. കുറച്ചൊന്നും വെയ്യാതെ തോന്നുമ്പോൾ ഇവിടെ ഉള്ളിൽ എവിടെയും കിടക്കാൻ പറ്റില്ല, അത്രയും ചൂടാണ്. ഞങ്ങൾ അവിടെ പോയിട്ടാണ് കിടക്കാറ്. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, ഫാൻ ഇട്ടാൽ നമുക്ക് അത്ര ചൂടൊന്നും അറിയുന്നില്ല. അപ്പോൾ അൽഹംദുലില്ലാ പടച്ചവൻ എന്താ പറയുക, എൻ്റെ വാപ്പ കടം കൊണ്ടാലും ഇങ്ങനെ ചെയ്തു തന്നപ്പോൾ നമുക്ക് ഒരു സാഹചര്യം ആവുന്ന വരെ നമുക്കിവിടെ ജീവിച്ചല്ലേ പറ്റൂ, ഇവിടെ ഇരുന്നേ പറ്റൂ. പുറമേ നമുക്കൊന്നും പോയിട്ട് ഒന്നും നടക്കില്ല, അതിനുള്ള സാഹചര്യം അല്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് പടച്ചോൻ നമുക്ക് എന്താ പറയുക, അങ്ങനെ ഒരു ഏകിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സാധിക്കും സ്വന്തമായ ഒരു വീട്. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ, അങ്ങനെ ഒരു മനസ്സിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതൊക്കെയാണ് നിലവിലെ വിശേഷം. രാവിലെ ഷോർട്ടിൽ കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട്, ഞാൻ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത്ര നേരം ഇവിടെ പണി ആയതുകൊണ്ട് റിസൾട്ട് വാങ്ങാൻ പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. റിസൾട്ട് കിട്ടിയതും ഇൻഷാല്ലാ ഞാൻ ഷോർട്ട്സ് ആണെങ്കിലും ഞാൻ ചെയ്യാം കേട്ടോ, റിസൾട്ട് പറഞ്ഞിട്ട് ചെയ്യാം. എനിക്ക് നല്ല ക്ഷീണം, ചിലപ്പോൾ ഇങ്ങനെ വെയിൽ, ഒരുപാട് പണി കാര്യങ്ങൾ അതിൻ്റെ ആയിരിക്കും. പിന്നെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മെഡിസിൻ, നല്ല ക്ഷീണം, തലകറക്കം, ഛർദിയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്കൊരു പേടി, ഉമ്മ അവർക്കൊക്കെ ഷുഗർ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും 30 വയസ്സങ്ങൾ കടന്നല്ലോ, അപ്പോൾ ഒന്ന് നോക്കാം, നല്ല ക്ഷീണം കണ്ടപ്പോൾ നോക്കാമെന്ന് പറഞ്ഞിട്ട് രാവിലെ പോയതാണ്. അപ്പോൾ അതൊക്കെയാണ് നിലവിലെ റഷീനാൻ്റെ വിശേഷങ്ങൾ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഉണ്ട്, എനിക്ക് അതിൽ നല്ല സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടും വിളിച്ചിട്ടും ഓരോ കാര്യങ്ങൾ, ഞാനൊരു വീഡിയോ ഇടാതാവുമ്പോഴേക്കും എന്നെ ഫോൺ ചെയ്തിട്ട് എന്താണ് ഏതാണ് ചോദിക്കാൻ ആൾക്കാർ, അതൊക്കെ ഒരു ഭാഗ്യമല്ലേ. എനിക്ക് ആ ഭാഗ്യമുണ്ട്. പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഇന്നാളൊരു വീഡിയോൻ്റെ കമൻറ്റ് കണ്ടപ്പോൾ അതന്നെ, അതായത് ഈ വീടിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിനുശേഷം എനിക്ക് പണി തിരക്കൊക്കെ ആയപ്പോൾ കമൻറ്റ് റീപ്ലൈ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇപ്പോഴൊക്കെയാണ് അതെടുത്ത് നോക്കുന്നത്. ആ കമൻറ്റിൽ റീപ്ലൈ, ഞാൻ പറയേണ്ട കാര്യം എനിക്ക് പകരം എൻ്റെ ഫാമിലിയിലുള്ള എന്നെ സ്നേഹിക്കുന്നവർ അവിടെ റീപ്ലൈ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം എന്തെന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റാത്തത്, എനിക്ക് തിരക്ക് കാര്യങ്ങൾ കൊണ്ട് ഞാൻ തന്നെ ചെയ്യണം, വേറെ ആർക്കും അല്ല. കുട്ടികൾ ചെറുതാണ്, പിന്നെ ഇക്കാക്ക് അതിനെപ്പറ്റി അറിയൂല, അപ്പോൾ ഞാൻ തന്നെ അത് ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്യാൻ പറ്റാതായപ്പോൾ എൻ്റെ ഫാമിലിയിലുള്ളവർ, എന്നെ ഇഷ്ടപ്പെടുന്നവർ അത് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായിട്ട്, നല്ല സന്തോഷമായി കമൻറ്റിന് റീപ്ലൈ കൊടുത്ത് കണ്ടപ്പോൾ. അപ്പോൾ അൽഹംദുലില്ലാ എന്നും വേണം, എന്നും ഈ സ്നേഹവും കരുതലും പ്രാർത്ഥനയും എല്ലാം നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം. റഷീനാക്ക് ഇങ്ങനെ തന്നെ ചിരിച്ചുകൊണ്ട് ഒരുപാട് കാലം മുന്നോട്ട് പോവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഇപ്പം നിലവിൽ നമുക്ക് ചിരിക്കാം, അല്ലാതെ എന്ത് ചെയ്യാം, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഡയലോഗ് തന്നെ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം ഞങ്ങളുടെ കൂടെ വേണം, മുന്നോട്ട് പോകണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഫാമിലി കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ എന്താ പറയുക, വീഡിയോസ് മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഒരു കമൻറ്റുകൾ ഇടുക, വീഡിയോസിന് ലൈക്ക് കൊടുക്കുക, പറ്റുന്നവരൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ കുറച്ച് നേരത്തെ വിശേഷങ്ങൾ ഒന്ന് പറയാം. എന്താ പറയുക, 4-5 ഒരാഴ്ചത്തോളം ആയല്ലോ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനും വീഡിയോ ചെയ്യാനും. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഞാൻ എന്താ പറയുക, എനിക്ക് സംസാരിച്ചിട്ടൊന്നും കിട്ടുന്നു പോലുമില്ല. വാപ്പ പെയ്യാതായിരിക്കുന്ന ടെൻഷൻ, പിന്നെ ഇവിടുത്തെ ഓരോ ടെൻഷനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നൊന്ന് എല്ലാം കൊണ്ട് വാപ്പ ഡിസ്ചാർജ് ആയി, കുഴപ്പങ്ങളൊന്നുമില്ല, വാപ്പ വീടെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇന്നാണ് ഒരു മനസ്സിന് സമാധാനം കിട്ടിയത്. അപ്പോൾ എന്താ, അങ്ങനെ മനസ്സിന് ചെറിയ സമാധാനങ്ങൾ ആയിട്ടുണ്ട്, ചൂടിനും സമാധാനമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. കുറച്ച് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ച്. ഇനി എന്തായാലും എന്താ പറയുക, എൻ്റെ പൊന്നൂസ് കളിച്ച് ക്ഷീണിച്ചിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ, ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്. ഓ അതാ ഫൈക്കുട്ടൻ, ഫൈക്കുട്ടൻ ബോഡിയൊക്കെ കളിച്ച്, ബോഡി വിത്ത് മസിൽ. എന്താ വേറൊന്നുമില്ല. പിന്നെന്താ, അടുത്ത വീഡിയോ കുളിച്ചിട്ട് ബോള് കളിക്കായിരുന്നു കേട്ടോ എത്ര നേരം അവര് അറിയും. നമ്മുടെ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. See you.